ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു ചിക്കൻ സൂപ്പ് എങ്ങനെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ, എല്ലോടുകൂടിയുള്ള ചിക്കൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു പാത്രത്തിലേക്ക് എല്ലോടുകൂടിയ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്കറിലൊന്ന് വേവാൻ വെക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, മുട്ടയുടെ ഉണ്ണി മാറ്റി വെള്ളം മാത്രം എടുത്തത്. ചിക്കൻ ഈ സമയത്ത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി ചിക്കൻ സ്റ്റോക്ക് വേർതിരിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ സ്റ്റോക്ക് വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ചിക്കനിൽ നിന്ന് നമുക്ക് അതിൻ്റെ ബോൺ മാറ്റിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളി ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ പകുതി സ്പ്രിംഗ് ഒനിയൻ ഉപയോഗിച്ചാൽ മതിയേ. പകുതി സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ലാസ്റ്റ് അതിലേക്ക് നമുക്ക് ഇടാവുന്നതാണ്. പച്ചക്കറി വഴാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഒഴിച്ച്, ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് വേകാൻ വെക്കാം. വെന്ത് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വന്നിരിക്കുന്ന മുട്ടയുടെ വെള്ള ഭാഗം നമ്മളിതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് അത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കോൺഫ്ലവർ ചെറിയ ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ചെടുത്തത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. മുഴുവൻ കൂടെ ഒരുമിച്ച് ഒഴിച്ചാൽ ഒരുമിച്ച് കട്ട പിടിക്കുന്നത് കൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കും. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ സൂപ്പ് എപ്പോഴും നമ്മൾ ചെറിയ ചൂടോടുകൂടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.